3 മാസത്തിൽ അധികമായി നീണ്ടുനിന്ന ലോകത്തെയാകെ വലിയ ഒരു അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ട ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിക്കുകയാണ് എന്ന വിശ്വസനീയമായ സൂചനകളാണ് അന്താരാഷ്ട്ര ലോകത്തു നിന്ന് വരുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാനും അമേരിക്കയുമായുള്ള സമാധാന കരാറിന് തൊട്ടടുത്തെത്തിയതായാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയ ശേഷം ഇറാനിൽ നിന്ന് ഇത്തരത്തിൽ ഒരു പ്രതികരണം വരുന്നത് ആദ്യമായാണ്. എക്സ്പോസ്റ്റിൽ യുദ്ധം അവസാനിക്കുന്നതിന്റെയും കരാറിന് തൊട്ടടുത്ത് എത്തിയതിന്റെയും സൂചനകൾ നൽകുന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ കുറിപ്പിന്റെ സ്ക്രീൻഷോട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചതിനെയും അന്താരാഷ്ട്ര ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം കരാറിന് തൊട്ടടുത്തെത്തിയതായി അരാക്ചിയുടെ വാക്കുകളിലുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി പശ്ചിമേഷ്യയെ വീണ്ടും ആശങ്കയുടെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിട്ട് വലിയ രീതിയിൽ ഇറാനും അമേരിക്കയും പ്രത്യാക്രമണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഈ യുദ്ധങ്ങൾക്കൊടുവിലാണ് പ്രത്യാശയുടെ ശുഭപ്രതീക്ഷയുടെ വെളുത്ത പുക പശ്ചിമേഷ്യൻ ലോകത്ത് നിന്ന് ഉയരുന്നത്. അതേസമയം ഇറാനിയൻ മാധ്യമങ്ങളിൽ കരാറിൻ്റേത് എന്ന പേരിൽ ചില ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ വാർത്തകളെ ഡൊണാൾഡ് ട്രംപ് നിരാകരിക്കുകയും ചെയ്തു. മാധ്യമ വാർത്തകളും കരാറിന്റെ വസ്തുതകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഏറെ നാളുകളായി ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ പാകിസ്ഥാൻ അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുവന്ന ഉഭയകക്ഷി നയതന്ത്ര ചർച്ചകളുടെ ഫലമാണ് ഇപ്പോൾ യുദ്ധവിരാമത്തിന്റെ കരാറിന്റെ രൂപത്തിൽ തെളിഞ്ഞുവരുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ മുൻപൊരിക്കലും ഒരു കരാറിന്റെ കാര്യത്തിൽ ഇത്രയും തൊട്ടടുത്ത് എത്തിയിട്ടില്ല എന്ന അബ്ബാസ് അരാക്ചിയുടെ എക്സിലെ പോസ്റ്റ് ശ്രദ്ധേയമാണ്. എക്കാലത്തേക്കാളും കരാറിന്റെ പൂർത്തീകരണത്തോട് ഇക്കുറി ഏറെ അടുത്തെത്തി നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അരാക്ചിയുടെ വാക്കുകളെ പിന്തുണയ്ക്കുകയാണ് ട്രംപും ചെയ്തത്. അരാക്ചിയുടെ പോസ്റ്റ് ട്രംപ് ഷെയർ ചെയ്തതും ഈ പിന്തുണയുടെ ലക്ഷണമാണ്. മാധ്യമ വാർത്തകളെ അരാക്ചിയും ട്രംപും ഒരേ ഭാഷയിൽ വിമർശിക്കുന്നതും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. മാധ്യമങ്ങൾ കരാറിനെക്കുറിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് അരാക്ചി പറയുന്നത്. ഇറാനിയൻ മാധ്യമങ്ങളിലെ വാർത്തകൾക്ക് കരാറിലെ വസ്തുതകളുമായി ഒരു ബന്ധവുമില്ല എന്ന് ട്രംപും മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ ചില അസ്വാരസ്യങ്ങളും തർക്കങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിലും വൈകാതെ കരാറും സമാധാനവും യാഥാർത്ഥ്യമാകുമെന്ന ശുഭപ്രതീക്ഷ അന്താരാഷ്ട്ര ലോകത്തിനുണ്ട്. 2 ലോകരാഷ്ട്ര നേതാക്കളുടെയും വാക്കുകൾ ആ പ്രത്യാശ ജനിപ്പിക്കുന്നുമുണ്ട്. അതൊരു ശുഭപര്യവസായിയാകട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും ചെയ്യാം. യുദ്ധവിരാമത്തിന് വഴിമരുന്നിട്ട് ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ പ്രാഥമിക കരാർ തിങ്കളാഴ്ചയോടെ യാഥാർത്ഥ്യമാകുമെന്നാണ് നിലവിലെ സൂചന. വെള്ളിയാഴ്ച ഇറാനിൽ ശക്തമായ ആക്രമണം നടത്താനിരുന്ന ട്രംപ് അവസാന നിമിഷം അതിൽ നിന്ന് പിന്മാറിയത് സമാധാന കരാർ ഏറെ അടുത്തെത്തിയത് മനസ്സിലാക്കിയിട്ടാണ്. ആദ്യഘട്ടത്തിൽ 60 ദിവസത്തെ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും. പിന്നീട് ഈ വെടിനിർത്തൽ കാലയളവിൽ വിപുലമായ ചർച്ചകൾ നടത്തി അന്തിമ കരാറിന് രൂപം നൽകും. ആദ്യ വെടിനിർത്തലിലെ പോലെ തന്നെ ലെബനനിലെ വെടിനിർത്തൽ ഇപ്പോഴും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 8-നാണ് ഇറാനും അമേരിക്കയും ആദ്യമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത്. ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനിടെ ചർച്ച ചെയ്ത് അന്തിമ കരാർ ഉണ്ടാക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ആദ്യത്തെ നയതന്ത്ര ചർച്ച തന്നെ പൊളിഞ്ഞു. ഇതിന് പിന്നാലെ ആ കരാറിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഇസ്രായേൽ ലെബനനിൽ ആക്രമണം വ്യാപിപ്പിച്ചതും ഇറാൻ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങുന്നതിന് കാരണമായി. ഇതോടെ ഏറിയും കുറഞ്ഞും ഇറാനും അമേരിക്കയും വീണ്ടും ആക്രമണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ഇതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അതിരൂക്ഷമായത്. ലെബനനിൽ വെടിനിർത്തൽ ഉറപ്പാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കരാറിന്റെ വലിയൊരു ഭാഗം സംബന്ധിച്ച് അവസാനവട്ട ധാരണയായെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചതോടെയാണ് 105 ദിവസം പിന്നിട്ട യുദ്ധം അവസാനിക്കുന്നതിന് വഴിതെളിഞ്ഞത്. സമാധാന കരാറിൽ ഇസ്രയേലും അനുകൂല നിലപാട് സ്വീകരിച്ചതായാണ് സൂചന. ഇസ്രയേലും അനുകൂലമായി നിലപാട് സ്വീകരിച്ചതോടെ യുദ്ധം അവസാനിക്കുമെന്ന് തന്നെ കരുതുന്നു. ഇസ്രയേൽ വെടിനിർത്തൽ കരാറിന് സമ്മതിക്കുക എന്നതിനർത്ഥം ലെബനനിലും വെടിനിർത്താൻ ഇസ്രയേൽ തയ്യാറാവുന്നു എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ യുദ്ധത്തിന് തീർച്ചയായും വിരാമമുണ്ടാകും. കഴിഞ്ഞ മാസം 2 അതിലധികമോ തവണ ഡൊണാൾഡ് ട്രംപ് നേരിട്ടിടപെട്ട് ഇസ്രായേലും ലെബനനും ഇടയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇസ്രായേൽ കരാർ ലംഘിച്ച് വീണ്ടും ആക്രമണം നടത്തി. ഇതോടെ അമേരിക്കയെ വിശ്വാസമില്ല എന്നും നേരിട്ട് ചർച്ചയ്ക്കില്ല എന്നും ഇറാന് നിലപാടെടുത്തതാണ് സമാധാന കരാർ ഇത്രയും നീണ്ടുപോകാൻ ഇടയാക്കിയത്. വെടിനിർത്തലിന്റെ ഭാഗമായി ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ US വിട്ടു നൽകാനും ധാരണയായിട്ടുണ്ട് എന്നാണ് അറിവ്.
മറുവശത്ത് ഇറാന്റെ ആണവോർജ സമ്പുഷ്ടീകരണ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഇസ്രായേൽ നീക്കം പുതിയ കരാറോടെ ഭാഗികമായെങ്കിലും നടപ്പായേക്കും. ഇക്കാര്യത്തിൽ ഇറാൻ വഴങ്ങുമെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. എന്നാൽ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം വിട്ടു നൽകില്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതായി മനസ്സിലാകുന്നു. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതയ്ക്ക് ഇടയാക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്. ഹോർമുസിന്റെ നിയന്ത്രണം ഇറാൻ കൈവശം വെച്ചാൽ കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തുമോ എന്ന് യുഎസിന് ആശങ്കയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇറാൻ ഒന്നും വിട്ടു പറഞ്ഞിട്ടുമില്ല. പക്ഷേ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഹോർമുസിലെ നിയന്ത്രണങ്ങൾ ഇറാൻ നീക്കുമെന്ന് സൂചനയുണ്ട്. ഈ സൂചനയിൽ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിയുന്ന സാഹചര്യവുമുണ്ടായി. ഹോർമുസ് തുറക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളായിരിക്കും. ഗൾഫ് എണ്ണയുടെ ഭൂരിഭാഗവും കടന്നുപോകുന്ന ഹോർമുസ് അടഞ്ഞുകിടന്നത് അവരുടെ എണ്ണ വരുമാനത്തെ ഗണ്യമായി ഇടിച്ചിരുന്നു. മാത്രമല്ല, യുദ്ധം അവസാനിക്കുന്നതും ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് സന്തോഷവും സമാധാനവുമാണ്. കാരണം ഇറാനെ ആക്രമിച്ചപ്പോഴെല്ലാം ഇറാൻ തിരിച്ചടിച്ചത് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ മുഴുവൻ ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ നിലയങ്ങൾക്ക് നേരെയായിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് അവസാനമാകുമെന്നതാണ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ സമാധാനം. ടോൾ ഏർപ്പെടുത്തിയില്ല എങ്കിലും സർവീസ് ഫീ എന്ന പേരിൽ ഒരു തുക ഹോർമൂസ് വഴി കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പിരിക്കുമെന്ന് ഇറാൻ പറഞ്ഞതായി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിന് സ്ഥിരീകരണമില്ല. ഇറാൻ ആണവായുധം ഉണ്ടാക്കാതിരിക്കാനാണ് അവരെ ആക്രമിച്ചത് എന്നാണ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഇപ്പോഴും നെതന്യാഹു ആവർത്തിക്കുന്നുണ്ട്. താൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്തോളം ഇറാനെ ആണവായുധം ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. കരാറിനെ എതിർത്ത് നെതന്യാഹു ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാനിയൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ പറഞ്ഞതു പ്രകാരം ഇറാന്റെ മിസൈൽ ശേഷി നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചോ പശ്ചിമേഷ്യയിലെ വിവിധ സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയെക്കുറിച്ചോ കരാറിൽ പരാമർശമില്ല എന്നാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത്. ഇത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ട്രംപും ഇറാനും തമ്മിലുള്ള കരാർ എന്നാണ് നെതന്യാഹു പറയുന്നത്. അതേസമയം ലെബനനിലും ഗാസയിലും സിറിയയിലുമുള്ള പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാൻ ഒരു കാരണവശാലും ആണവായുധ ശേഷി കൈവരിക്കില്ല എന്ന കാര്യത്തിൽ താനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ പൂർണ്ണ യോജിപ്പാണ് ഉള്ളത് എന്നുകൂടി നെതന്യാഹു വ്യക്തമാക്കുന്നു. ഇറാനും അമേരിക്കയുമായി ചർച്ച നടക്കുന്നതിനിടയിലും നെതന്യാഹു ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ആണവ വിഷയം ചർച്ച ചെയ്യുന്നതിന് തന്നെയാണ് നെതന്യാഹു ഈ അടിയന്തര നീക്കം നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. കരാർ യാഥാർത്ഥ്യമാകുന്നു എന്നതിൽ ലോകം സന്തോഷിക്കുന്നുണ്ട് എങ്കിലും ഇറാനിലെ തീവ്രപക്ഷക്കാരും ഇസ്രയേലിലെ ഭരണകക്ഷിയിലെ തീവ്ര നിലപാടുകാരും ഇതിനെതിരാണ്. കരാറിലെ വ്യവസ്ഥകൾ ഇറാനെ ദുർബലരായി ചിത്രീകരിക്കുന്നതാണ് എന്ന് ഇറാനിലെ തീവ്ര മതവിഭാഗക്കാർ ആരോപിക്കുന്നു. ഇത്തരമൊരു കരാറിനെ ഇറാൻ ഭരണകൂടം കൈകൊടുത്തു എന്നത് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ കരാർ ഒപ്പിടുന്നത് തടയാൻ ഇവർ ശ്രമിക്കുന്നില്ല. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ അംഗീകാരത്തോടെയാണ് കരാറുമായി ഇറാൻ മുന്നോട്ടു പോയത്. കരാറിന് മുജ്തബയുടെ അനുഗ്രഹമുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുമാണ്. ആദ്യമായാണ് മുജ്തബയെക്കുറിച്ച് ട്രംപ് ഇത്തരത്തിൽ പറഞ്ഞത്. പക്ഷേ ഇറാൻ ഇതുവരെയും ട്രംപിന്റെ വാക്കുകൾ അസത്യമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ഇറാന്റെ ഭരണതലത്തിലെ ഉന്നതർക്കും കരാറിലെ വ്യവസ്ഥകളോട് എതിർപ്പില്ല എന്നാണ്. ഇസ്രയേലിൽ ഭരണപക്ഷത്തെ തീവ്ര നിലപാടുകാർ കരാറിനെ ശക്തമായി എതിർക്കുന്നു. യുദ്ധം തുടങ്ങിയപ്പോഴത്തെ ലക്ഷ്യം നേടിയിട്ടില്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാന്റെ മിസൈലുകളുടെ പ്രഹരശേഷിയെക്കുറിച്ച് കരാറിൽ പറയുന്നില്ല എന്ന് ഇവർ ആരോപിക്കുന്നു. ഇതെല്ലാം കരാറിൽ ഉണ്ട് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മറുപടി. പക്ഷേ ഇതൊന്നും കരാറിലുള്ളതായി ഒരു റിപ്പോർട്ടുമില്ല എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാന്റെ മിസൈലുകൾ വീണ് നിരവധി പേർക്ക് ഇസ്രായേലിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ രക്തസാക്ഷിത്വം വെറുതെയാക്കിയെന്നും തീവ്ര നിലപാടുകാർ ആരോപിക്കുന്നുണ്ട്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണമായി വിജയം നേടാൻ കഴിയാത്തതിൽ ഇസ്രായേൽ ജനതയും നെതന്യാഹുവിനെതിരെ രോഷാകുലരാണ്.